ക്ലാസ് സെഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ 5 ചാപ്റ്റർ ഓൾറെഡി ഫിനിഷ് ചെയ്തു. ഇനി ചാപ്റ്റർ നമ്പർ 6 വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആഫ്റ്റർ ക്ലാസ് പവർ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ വെറും 10 ക്വസ്റ്റ്യൻ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കൊന്ന് ഓടിച്ച് കാണണം. സോ എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കാം. സോ യെസ്, മിസ് മൂവ് ഓൺ ചെയ്യാണ് കേട്ടോ. യെസ്, സോ സർ ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ. യെസ്, നമുക്ക് മുന്നോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പവർ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. എന്താണ് പവർ? പവർ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. നമുക്കറിയാം അല്ലെ, പവറിന് ഒരു ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഇസ് വർക്ക് ബൈ ടൈം അല്ലെ. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. റേറ്റ് എന്ന് കണ്ട അപ്പൊ തന്നെ ആലോചിക്കണം, സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സമയത്തിനനുസരിച്ചുള്ള ചേഞ്ച് ആണെന്ന് നമുക്ക് അറിയുന്നതാണ്. സോ പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ എന്ന് പറഞ്ഞാൽ വർക്കിന്റെ പവറിന്റെ ഒരു ഇക്വേഷൻ ആണ് വർക്ക് ബൈ ടൈം എന്ന് പറയുന്നത്. എന്നാൽ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ടേംസിൽ പവറിനെ എക്സ്പ്രസ് ചെയ്യുക. അതായത് ഫോഴ്സും വെലോസിറ്റിയും വെച്ചിട്ടുള്ള പവറിന്റെ ഇക്വേഷൻ എഴുതാം. അത്രേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. Then B പാർട്ടിലേക്ക് പോവാം. An elevator carrying the maximum load of 1800 kilogram is moving up with a constant speed of 2 meter per second. പിടികിട്ടിയോ? ഒരു എലിവേറ്റർ എന്ത് ക്യാരി ചെയ്യുന്നു? മാക്സിമം ലോഡ് ഓഫ് 1800 കിലോഗ്രാം. 1800 കിലോഗ്രാം ലോഡ് ക്യാരി ചെയ്ത് മുകളിലേക്ക് പോവാണ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 2 meter per second. Okay, the frictional force opposing the motion. നമുക്കറിയാം മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെ. സോ ഒരു എലിവേറ്റർ മുകളിലേക്ക് ക്യാരി ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാ? അതിന്റെ മോഷൻ എഗെയിൻസ്റ്റ് താഴോട്ടാ. അത് എത്രയാ? 4000 ന്യൂട്ടൺ. ഡിറ്റർമൈൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദി മോട്ടർ ടു ദി എലിവേറ്റർ. സോ ഈ ഒരു കേസിൽ ആ എലിവേറ്ററിന് മോട്ടർ എത്ര മിനിമം പവർ എന്ത് ചെയ്യണം? ഡെലിവർ ചെയ്യണം, ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ നമ്മുടെ എ പാർട്ടിൽ എഴുതുന്ന ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ബി പാർട്ടിലെ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായല്ലോ. ഇനി എക്സ്പ്രസ് യുവർ എബവ് ആൻസേഴ്സ് ഇൻ ഹോഴ്സ് പവർ. നമുക്കറിയാം ഹോഴ്സ് പവർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. വാട്ടിൽ കിട്ടുന്ന നമ്മുടെ പവറിനെ ഹോഴ്സ് പവറിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതൂ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വെരി ഈസി ക്വസ്റ്റ്യൻ. സോ മിസ് മുന്നോട്ട് പോവാണ് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു വെലോസിറ്റി. ദിസ് ഇസ് ദ റിലേഷൻ കണക്ടിങ് പവർ, ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, സോ P is equal to F into V. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു എലിവേറ്റർ 1800 കിലോഗ്രാം വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുപോകുന്നുണ്ട്. താഴേക്ക് ഒരു 4000 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമ്മൾ ചിന്തിക്കണം, ടോട്ടൽ ഫോഴ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം നമുക്ക് പവർ കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സും വേണം, വെലോസിറ്റിയും വേണം അല്ലെ. വെലോസിറ്റി ഓൾറെഡി 2 meter per second ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെലോസിറ്റി 2 meter per second ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന വെയിറ്റ് mg താഴേക്ക് അല്ലെ. അവിടെ ആ വെയിറ്റ്, ആ ലോഡിന്റെ വെയിറ്റ് mg, m/g ആണ് വെയിറ്റ്. മാസും വെയിറ്റ് ഒന്നല്ല, നമുക്കറിയാം അല്ലെ. സോ അത് പ്ലസ് അവിടെ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. ദീസ് ആർ ദ 2 ഫോഴ്സസ് ആക്ടിങ് there. സോ എന്ത് ചെയ്യണം? ടോട്ടൽ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് mg പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യണം. ജിയുടെ വാല്യൂ യു ക്യാൻ ടേക്ക് ആസ് 10 കേട്ടോ. ജിയുടെ വാല്യൂ 10 meter per second square ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് അറിയാലോ, the acceleration due to gravity. So force F is equal to 1800 into 10, അതായത് mass into g plus 4000 ന്യൂട്ടൺ അല്ലെ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓൾറെഡി ഫ്രിക്ഷണൽ ഫോഴ്സ് 4000 ആണ്. സോ ഓൾ ടുഗദർ വി വിൽ ഗെറ്റ് 22000 ന്യൂട്ടൺ. ഓക്കെ, 22,000 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പവറിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം, which is force into velocity. ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി. വെലോസിറ്റി ഓൾറെഡി 2 meter per second ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ വി വിൽ ഗെറ്റ് ദി ആൻസർ. ഇത് എങ്ങനെയാണ് കിട്ടിയത്? കിട്ടിയിരിക്കുന്നത് വാട്ടിലാണ്. പവറിന്റെ യൂണിറ്റ് വാട്ട് എഴുതണം. അടുത്ത പാർട്ട് എന്താ? കൺവേർട്ട് ദിസ് ഇൻടു ഹോഴ്സ് പവർ എന്ന് പറയുന്ന യൂണിറ്റ്. സോ ഒരു ഹോഴ്സ് പവർ എത്ര വാട്ട് ആണെന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം, which is 746 വാട്ട്. സെറ്റ് ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഒരു വാട്ട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 746 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 1/746 ഹോഴ്സ് പവർ എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 44,000 വാട്ട് എത്ര ഹോഴ്സ് പവർ? അതിന് 746 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഹോഴ്സ് പവറിലുള്ള വാല്യൂ കിട്ടി. വെരി ഈസി അല്ലെ മക്കളെ?
ഹലോ മിസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ. സോ ഇതാണ് നമ്മുടെ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. സോ കിട്ടിയല്ലോ. എഫ് പി ഈസ് ഈക്വൽ ടു പവർ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന സിംഗിൾ ഇക്വേഷൻ വെച്ചിട്ട് ആൻഡ് 1 ഹോഴ്സ് പവർ ഈക്വൽ ടു 746 വാട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൺവേർഷൻ വെച്ചിട്ട് വി ജസ്റ്റ് ഫിനിഷ് ദ ക്വസ്റ്റ്യൻ. കേട്ടോ, അവിടെ ടോട്ടൽ ഫോഴ്സ് കാണുമ്പോൾ വെയിറ്റും ഫ്രിക്ഷണൽ ഫോഴ്സും ആഡ് ചെയ്യണമായിരുന്നു എന്ന് പറയുന്ന ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. സോ നമുക്ക് മുന്നോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോവാണ്. യെസ്, question number 2. Find out the sign of work done in the following cases. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. കുറച്ച് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ തരും, അതില് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സൈൻ കണ്ടുപിടിക്കണം. അതെന്താ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? സോ ഒന്ന് ആലോചിച്ച് നോക്കൂ. വർക്ക് ഡൺ ക്യാൻ ബി സീറോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലെ. വർക്ക് ഡണ്ണിന് സീറോ ആവാം, നെഗറ്റീവ് വാല്യൂ ആവാം, പോസിറ്റീവ് വാല്യൂ ആവാം. അതുകൊണ്ടാണ് ഇവിടെ സൈൻ ഓഫ് ദി വർക്ക് ഡൺ ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് വർക്കിന്റെ ഇക്വേഷനെ കുറിച്ചിട്ടാണ്. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, എഫ് ഡോട്ട് എസ് അഥവാ എഫ് എസ് കോസ് തീറ്റ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സോ എഫ് എസ് കോസ് തീറ്റ ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം എന്ത്, നമ്മുടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ആ ഫോഴ്സ് അവിടെ കൊടുക്കുമ്പോൾ അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. എല്ലാ കേസിലും ആ വർക്ക് നടക്കുന്നുണ്ടോ? ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ദർ ഇസ് എ പോസിറ്റീവ് വർക്ക്. നമ്മൾ എവിടേക്ക് ഫോഴ്സ് കൊടുക്കുന്നോ അതേ ഡയറക്ഷനിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ അതേ സെയിം ഫോഴ്സിന്റെ അതേ ഡയറക്ഷൻ ആണെങ്കിൽ വി ക്യാൻ സേ ദ വർക്ക് ഈസ് പോസിറ്റീവ്. ഇനി നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഒരു ഡയറക്ഷനിലും അവിടെ സംഭവിക്കുന്ന വർക്ക് ഡൺ വേറെ ഡയറക്ഷനിലും ആണെങ്കിൽ, അല്ലെങ്കിൽ സോറി ഡിസ്പ്ലേസ്മെന്റ് വേറെ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് വിളിക്കാം ഇറ്റ്സ് എ നെഗറ്റീവ് വർക്ക്. ഇനിയിപ്പോ 90 ഡിഗ്രിയിലാണെങ്കിലോ പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിലോ നമുക്കറിയാം തീറ്റയ്ക്ക് 90 ഡിഗ്രി വന്നാൽ കോസ് 90 സീറോ ആണ് മക്കളെ. കോസ് 90 സീറോ ആണ്. സോ എന്ത് സംഭവിക്കും, നമുക്ക് വർക്ക് ഡൺ സീറോ ആയിട്ട് മാറും അല്ലെ. സോ പെർപെൻഡിക്കുലർ ആവാൻ പാടില്ല. ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും എങ്ങാനും പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്താൽ അവിടെ വർക്ക് ഡൺ സീറോ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം തന്നെ മനസ്സിൽ വെച്ച് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. വെരി ഈസി കേട്ടോ. സോ ഫസ്റ്റ് കേസ് നോക്കൂ. വർക്ക് ഡൺ ബൈ എ മാൻ in lifting a bucket out of well. Okay, work done by a man in lifting the bucket out of well. അതിൽ ആൻസർ എന്ത് വരും? The work is positive. The work is പോസിറ്റീവ്. പോസിറ്റീവ് വർക്ക് ഡൺ എങ്ങനെ വരുന്നത്? ആള് ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മുടെ ഒബ്ജക്റ്റും ഡിസ്പ്ലേസ്ഡ് ആയി കൂടെ വരുന്നത്. സോ മാൻ ലിഫ്റ്റിംഗ് ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ, പോസിറ്റീവ് വർക്ക് ആണ്. ഇനി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻ പ്ലെയിൻ. ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ നമുക്കറിയാം നമ്മുടെ ബോഡി വരുന്ന മൂവ്മെന്റ് ഇങ്ങോട്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ എപ്പോഴും മോഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ. സോ ഇറ്റ് ഇസ് നെഗറ്റീവ് വർക്ക് അല്ലെ. ഇനി വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ മൂവിംഗ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, ഒരു ഒബ്ജക്റ്റ് ഒരു റഫ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഒബ്വിയസ്ലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഒരു റഫ് സർഫസിലൂടെ മൂവ് ചെയ്യുന്നുണ്ടാവുക. സോ ഒബ്വിയസ്ലി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് ആണ്, നെഗറ്റീവ് വർക്ക് ആണ്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അവിടെ പോസിറ്റീവ് വർക്ക് ആണ് ഉണ്ടാക്കുന്നത്. ഇനി വർക്ക് ഡൺ ബൈ ദി റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം. കണ്ടോ, റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഫ്രിക്ഷൻ പോലെ തന്നെ അത് അതിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ്. സോ ഒബ്വിയസ്ലി അവിടെ നെഗറ്റീവ് വർക്ക് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലെ. സോ ദ പോസിറ്റീവ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നെഗറ്റീവ്. കേട്ടോ, ഇതാണ് ഓർഡർ വരുന്നത്. Moving on to the next question. Third question. Write whether the work done in the following cases are positive, negative or zero. Again, കണ്ടോ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ്ലി ചോദിക്കും. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കണ്ട എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഡയറക്റ്റ് എക്സാമ്പിൾ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് ചോദിക്കും. നേരത്തെ മിസ് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ വർക്കിന്റെ ഇക്വേഷൻ വെച്ചിട്ട്, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് കേട്ടോ. സോ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒബ്വിയസ്ലി നെഗറ്റീവ് ആണ് അല്ലെ. ഫ്രിക്ഷൻ എന്ന് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഓപ്പോസിറ്റ് ആണ്, അത് മോഷൻ ഓപ്പോസിറ്റ് ആണ് ആക്ട് ചെയ്യപ്പെടുന്നത്. Then work done by centripetal force on a body moving in a circular path. ഒരു സർക്കുലർ പാത്തില് ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ആൻഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് റേഡിയസ് along the റേഡിയസ് ആണ് നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ബോത്ത് ആർ ആക്ടിങ് പെർപെൻഡിക്കുലർ അല്ലെ മക്കളെ. പെർപെൻഡിക്കുലർ വന്നാൽ കോസ് 90 വന്നാൽ സീറോ ആയി. സോ എഫ് ഡോട്ട് എസ് സീറോ ആയി. വർക്ക് ഡൺ ഇസ് സീറോ വർക്ക് അല്ലെ, സീറോ വർക്ക് ആണ് കേട്ടോ. ഇനി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ പോസിറ്റീവ് വർക്ക് ആണ്. ആലോചിക്കുക, ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി വരുന്നത് താഴേക്ക്. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷൻ അല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴേക്ക്, രണ്ടും സെയിം ഡയറക്ഷനിലാണ്. സോ എന്ത് സംഭവിച്ചു? പോസിറ്റീവ് വർക്ക് ആണ് അല്ലെ. ഇനി വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ക്യാരിയിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് വാക്സ് അലോങ് എ ഹൊറിസോണ്ടൽ ലെവൽ റോഡ്. ഒരാൾ നേരെ നടക്കുക കേട്ടോ,
ഒരാൾ എങ്ങനെയാ നടക്കുന്നത്? നേരെ നടക്കുന്നത്. ഓക്കെ, അയാൾ നേരെ ഹൊറിസോണ്ടൽ റോട്ടിലൂടെ ഇങ്ങോട്ടേക്കാണ് അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. പക്ഷെ അയാളുടെ തലയിലിരിക്കുന്ന ലോഡ് എന്ത് ചെയ്യുന്നു? താഴേക്ക് ഒരു വെയിറ്റ് ആക്ട് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന വർക്ക് മുകളിലേക്ക് അത് ബാലൻസ് ചെയ്യാൻ കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സ് ആണ്. ഇങ്ങോട്ട് വെയിറ്റ് mg താഴേക്ക്, സോ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അയാൾ ചെയ്യുന്ന വർക്ക് മുകളിലേക്ക് അല്ലെ റിയാക്ഷൻ ഫോഴ്സ് കൊടുത്തിട്ടാണ് ബാലൻസ് ചെയ്യുന്നത്. എന്നാലോ അയാളുടെ മോഷൻ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്. സോ അഗൈൻ 90 degree comes, it will be zero work. So negative 0, positive and 0 work. So zero വർക്കിന് രണ്ട് എക്സാമ്പിൾ കഴിഞ്ഞ സ്ലൈഡിൽ നിന്ന് കിട്ടി. നെഗറ്റീവ് പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾസ് ഒരുപാട് കിട്ടി അല്ലെ. സോ അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The magnitude of kinetic energy of a body is K. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് കേട്ടോ. കൈനറ്റിക് എനർജി ഡബിൾ ആക്കി, കൈനറ്റിക് എനർജി ഹാഫ് ആക്കി, ആ മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കൂ. കൈനറ്റിക് എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് K ആണെന്ന് വിചാരിക്കും. ഒരു ന്യൂമറിക്കൽ വാല്യൂ തന്നിട്ടില്ല, ലെറ്റ് ഇറ്റ് ബി K. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഡബിൾഡ്? വെലോസിറ്റി ഡബിൾ ആക്കി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയിൽ എന്ത് മാറ്റം വരും? സോ അതിന് ആദ്യം തന്നെ കൈനറ്റിക് എനർജിനെയും വെലോസിറ്റിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ അറിയണം, വിച്ച് ഇസ് ഹാഫ് mv². നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് അല്ലെ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു K എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി K. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഇത്തവണ വെലോസിറ്റി വെറും v അല്ല, ഡബിൾ v ആണ്. ഓക്കെ, ഡബിൾ ചെയ്തു. ഓക്കെ, വെലോസിറ്റിനെ ഡബിൾ ആക്കി. സോ ഇനി വെലോസിറ്റിക്ക് vക്ക് പകരം 2v എന്നുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതായിരിക്കും കണ്ടോ, ഹാഫ് m vയുടെ സ്ഥാനത്ത് 2v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹോൾ സ്ക്വയർ ഇടാൻ മറക്കരുത്. 2v², ഇങ്ങനെ ഇടരുത്, തെറ്റിക്കരുത് കേട്ടോ. 2v ഹോൾ സ്ക്വയർ എന്ന് ഇടണം. സോ 2നും സ്ക്വയർ ഉണ്ട്, vക്കും സ്ക്വയർ ഉണ്ട്. സോ വിച്ച് ഇസ് 4 അല്ലെ. 2 ന്റെ സ്ക്വയർ 4 ആണ്. സോ എന്തായി 4 ടൈംസ് ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി 4 ടൈംസ് ഹാഫ് mv² എന്ന് കിട്ടും. സോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വെലോസിറ്റി ഡബിൾ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി 4 ടൈംസ് ആകുന്നു അല്ലെ. 4 into ഹാഫ് mv² എന്ന് കിട്ടും. സെറ്റ് അല്ലേ? സോ വെരി ഈസി അല്ലെ. എന്താണ് മാറ്റം വരാനായിരുന്നു ക്വസ്റ്റ്യൻ, അതാണ് ആൻസർ. നമ്മുടെ വെലോസിറ്റി ഡബിൾ ആക്കിയപ്പോൾ കൈനറ്റിക് എനർജി 4 ടൈംസ് ആയിട്ട് കിട്ടി. വെരി ഈസി അല്ലെ. സോ ഇനി ഹാഫ് ആക്കിയാലും വെലോസിറ്റിക്ക് v/2 കൊടുത്താൽ മതി കേട്ടോ. വെലോസിറ്റി ഹാഫ് ആണ് ആക്കുന്നെങ്കിൽ v/2 കൊടുത്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൂവ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി സ്റ്റേറ്റ് ചെയ്യുക. സോ അതിന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ് if forces doing work are conservative. Okay, so വർക്ക് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ അവിടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും എന്ന് പറയുന്നതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അല്ലെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ്. ഓക്കെ, ഇനി അതിന്റെ പ്രൂഫ് ഏത് കേസിൽ? ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിനെ ഒരു ഫിഗർ വെച്ച് റെപ്രസെന്റ് ചെയ്യണം. ആദ്യം ഒരു പോയിന്റ് എ മുതൽ ബിയിലൂടെ സി വരെ എത്തുന്ന ഒരു ഫിഗർ ഉണ്ട്. സോ അതായത് തന്നെ വരയ്ക്കണം. അത് വളരെ ഈസിയാണ് കേട്ടോ. സോ എ ബി സി കണ്ടോ, ഫ്രീലി ഫാളിംഗ് ബോഡിയാണ്. ആ ബോഡി ആദ്യം ഇരുന്നിരുന്ന പൊസിഷൻ എ. ഓക്കെ, പിന്നെ ബി, പിന്നെ സി എത്തുന്നു. സി ഗ്രൗണ്ടിൽ എത്തി, വെലോസിറ്റി 0 ആയെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ബിഫോർ റീച്ചിങ് ദി ഗ്രൗണ്ട് ആണ് കേട്ടോ നമ്മൾ കൺസിഡർ ചെയ്യുക ഫിസിക്സ്. ജസ്റ്റ് ഒരു എത്തുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ വെലോസിറ്റി 0 ആയി പോവില്ല, ആ കേസ് അല്ല. ആൻഡ് എ മുതൽ സി വരെയുള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള ടോട്ടൽ ഹൈറ്റ് h ആൻഡ് സെക്കൻഡ് പൊസിഷൻ നമ്മൾ എടുക്കുന്ന അവിടെ വരെ x. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് ബി മുതൽ സി വരെ ടോട്ടൽ എച്ചിൽ നിന്ന് x കുറച്ചത് h-x. ഈ വളരെ ഈസി ആയ ഈ ഒരൊറ്റ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആൻഡ് പൊസിഷൻ എയിലും ബിയിലും സിയിലും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഉണ്ട്, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഉണ്ട്, ടോട്ടൽ എനർജി അതാണല്ലോ കൺസർവ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞ എന്താ? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതെല്ലാം എഴുതി നോക്കിയാൽ മാത്രം മതി, സെറ്റ് ആണ്. സോ നമ്മൾ ആൻസറിലേക്ക് പോകുന്നു. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m falling freely from a height. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്യും. ഇനി അറ്റ് പോയിന്റ് എ എന്താണ് പൊട്ടൻഷ്യൽ എനർജി, എന്താണ് കൈനറ്റിക് എനർജി, എന്താണ് ടോട്ടൽ എനർജി എന്ന് അറിയാം. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh എന്നാണ് വരുന്നത്. സ്വാഭാവികം അല്ലെ, പെർട്ടിക്കുലർ ഹൈറ്റ് എച്ചിൽ ഇരിക്കുന്നുണ്ട്. സോ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഈ ചാപ്റ്ററിൽ. ഈ കൈനറ്റിക് എനർജി 0 ആണ്. വൈ? ആദ്യം
സമയം ആ ബോഡി റെസ്റ്റിലാണ്, അതിനുശേഷമാണ് മോഷനിലേക്ക് വന്ന് ഗ്രൗണ്ടിൽ വന്ന് വീഴുന്നത്. സോ അവിടെ വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി 0 ആണ് മക്കളെ. സോ ടോട്ടൽ എനർജി എന്താ? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. സോ mgh പ്ലസ് 0 വരും, which is nothing but mgh. സോ ടോട്ടൽ എനർജി at point A mgh ആണ് കിട്ടി. ഈ പോയിന്റ് ബിയിലും സിയിലും mgh ആണെന്ന് കിട്ടിയാൽ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി പ്രൂവ്ഡ് ആയി. പിടികിട്ടിയോ? ഇനി at point ബിയിലേക്ക് എത്തിട്ടോ, നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി, ഒരു വെലോസിറ്റി കിട്ടി, ബിയിലേക്ക് എത്തി, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എക്സ് ആണ് അല്ലെ, എക്സ് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി എത്ര വരും? mgh-ല് എച്ച് എന്തായി മാറി? ഇത്തവണ ഗ്രൗണ്ടിൽ നിന്ന് ബി വരെയുള്ള ഹൈറ്റ് ആണ് മക്കളെ നോക്കേണ്ടത്. നേരത്തെ നമ്മൾ എയിൽ ഇരുന്നപ്പോൾ ഹൈറ്റ് എച്ച് എന്ന് എഴുതിയെങ്കിൽ ഇത്തവണ പോയിന്റ് ബിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഹൈറ്റ് എത്ര ഹൈറ്റിലായിരിക്കുന്നത്? ഗ്രൗണ്ടിൽ നിന്ന് h-x ഹൈറ്റിലാണ് ഇരിക്കുന്നത്. കറക്റ്റ് അല്ലേ? സോ mg ഇൻറ്റു എച്ചിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് h-x. ഓക്കെ, അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. ഇനി നോക്കൂ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് എം വി സ്ക്വയർ. ഇത്തവണ v 0 അല്ല, ബി വരെ എത്തിയപ്പോൾ അത് ഓൺ ഇൻ മോഷൻ ആണ്, ആൻഡ് അതിന്റെ ഒരു വെലോസിറ്റി ഗെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതുന്നു. എന്നാൽ അവിടെ വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം, അതാരും മറക്കരുത്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന അവിടെ മോഷൻ തുടങ്ങിയല്ലേ. സോ ഇക്വേഷൻ ഓഫ് മോഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ യുവിന് 0 കൊടുക്കണം. കാരണം ഇനീഷ്യൽ വെലോസിറ്റി ആ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയിരുന്നു. മിസ് ഓൾറെഡി പറഞ്ഞു റെസ്റ്റിലാണ് അല്ലെ. സോ u0. ഇനി ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാ അല്ലെ. എക്ക് പകരം നമുക്കറിയാം ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ അവിടെ ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രം. സോ എക്ക് ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റ് എസിന് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ്? എയിൽ നിന്ന് ബി വരെ എക്സ് ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ബോഡി ഡിസ്പ്ലേസ് ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങൾ അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gx അല്ലെ. യുന് 0 കൊടുത്തു, എക്ക് ജി കൊടുത്തു, എസിന് എക്സ് എന്ന് കൊടുത്തു. സോ v സ്ക്വയർ 2gx എന്ന് കിട്ടിയ സ്ഥിതിക്ക് അത് കൊണ്ടുപോയിട്ട് ഇക്വേഷനിൽ v സ്ക്വയറിൽ ഇട്ട് കൊടുക്കാലോ. സോ എന്ത് കിട്ടും നമുക്ക്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gx എന്ന് കിട്ടും. ഈ ടൂം കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ mgx എന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കിട്ടുന്നു. അപ്പോഴാണ് നമ്മൾ എഴുതി വെച്ച പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് നമ്മൾ നോക്കുന്നത്. അത് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ mgh മൈനസ് mgx എന്ന് കിട്ടും. ആ mgxും ഈ മൈനസ് mgxും കൂടെ കട്ട് ചെയ്ത് പോവും. എന്തുകൊണ്ട്? നമുക്ക് ടോട്ടൽ എനർജി കാണണം അല്ലെ. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി കാണണം. സോ mgh മൈനസ് എക്സ്, mg ഇൻറ്റു h മൈനസ് എക്സ് പ്ലസ് mgx വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ടോട്ടൽ എനർജി mgh എന്ന് കിട്ടും. ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു mgh എന്ന് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ അല്ലെ? ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. mgh മൈനസ് mgx പ്ലസ് mgx എന്ന് വരും. മൈനസ് mgxും പ്ലസ് mgxും കട്ട് ചെയ്തു പോകും. സോ ടോട്ടൽ എനർജി mgh എന്ന് കിട്ടി. ഇക്വേഷൻ 1ലേക്ക് നോക്കിയേ, ടോട്ടൽ എനർജി mgh തന്നെയായിരുന്നു. അറ്റ് പോയിന്റ് ബിയും ടോട്ടൽ എനർജി mgh എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പോയിന്റ് സി. പോയിന്റ് സിയിലെത്തി, ഗ്രൗണ്ടിൽ എത്തിയിട്ടില്ല, ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട് ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. കാരണം ഹൈറ്റ് 0 ആയി. അങ്ങേലിരുന്ന ബോഡി ഗ്രൗണ്ടിൽ എത്താനായി. ഹൈറ്റ് 0നോട് അടുത്തു. സോ ഹൈറ്റ് 0 ആയതുകൊണ്ട് തന്നെ ഇത്തവണ പൊട്ടൻഷ്യൽ എനർജിയാണ് 0. സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൈനറ്റിക് എനർജിയാണ് 0 എങ്കിൽ ഇത്തവണ പൊട്ടൻഷ്യൽ എനർജിയാണ് 0. ഇനി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ത് വരും? ഹാഫ് എം വി സ്ക്വയർ വരും. സോ അവിടെ വീണ്ടും നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എഴുതുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി സ്ക്വയറിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. ഈ കേസിൽ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമ്മൾ u0. ഓക്കെ, യെസ്, ഇറ്റ് വാസ് ദി സെയിം അല്ലെ. u0 ആയിരുന്നു, ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു, ആക്സിലറേഷൻ g ആണ്. ഇത്തവണ എസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താ? അത് എത്ര ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്തു? x ആണോ? ബി വരെ എത്തിയുള്ളോ? അല്ല, അത് സി വരെ എത്തി. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ആയ h അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസ് ആയ h കവർ ചെയ്തത് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റിനെ h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സോ എന്ത് കിട്ടും? v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh എന്ന് വരും അല്ലെ. യുവിന് 0 കൊടുത്തു, പാർട്ട് പോയി. അത് നമ്മൾ എവിടെ കൊണ്ടിടണം? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. സോ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh എന്ന് വരും. 2 കട്ട് ചെയ്ത് പോകും. സോ കൈനറ്റിക് എനർജി mgh എന്ന് കിട്ടി. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഓൾറെഡി 0 ആണ്. സോ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ചെയ്യുമ്പോൾ mgh പ്ലസ് 0 എന്ന് വരും. therefore which is equal to mgh എന്ന് തന്നെ കിട്ടി. ഇക്വേഷൻ നമ്പർ 3. ഇപ്പൊ എന്തായി? കാര്യങ്ങൾ എന്തായി? അറ്റ് പോയിന്റ് എ ആവട്ടെ, ബി ആവട്ടെ, സി ആവട്ടെ, ടോട്ടൽ മെക്കാനിക്കൽ എനർജി mgh എന്ന് തന്നെ കിട്ടുന്നു. സോ ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ്. വി ജസ്റ്റ് പ്രൂവ്ഡ് ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. എന്തായാലും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ.
Settle. So yes, moving on to question number 6. Okay, the restoring force developed in a spring extended by a length x is f is equal to k. Magnitude മാത്രമേ മിസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നെഗറ്റീവിനെ എടുത്തിട്ടില്ല. കാരണം ചോദിച്ചിരിക്കുന്നത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് കെ ആണ്. എന്താണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെയുടെ ഡയമെൻഷണൽ ഫോർമുല എന്നാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് അറിയാം എന്താണ് റെസ്റ്റോറിംഗ് ഫോഴ്സ്. നമുക്കറിയാം ഒരു നോർമലി ഇവിടെ ഒരു ചുമര് എന്തെങ്കിലും ഒരു വാൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു സർഫസിൽ ഒരു സ്പ്രിംഗ് ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത് നോർമലി ആ സ്പ്രിംഗ് ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് കേട്ടോ. ഓക്കെ, പക്ഷെ അതേസമയം നമ്മൾ ഇതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ കുറച്ചവിടെ വർക്കൊക്കെ ചെയ്ത് അത് എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാണ് ആ മാസ് ഉപയോഗിച്ചിട്ട് പിടിച്ചു വലിച്ചിട്ട്. ഇത് എം മാസ് ഓക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ അവിടെ ഉണ്ടാവുന്ന റെസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മുടെ സ്പ്രിങ്ങിന് എന്തിനാ ടെൻഡൻസി, തിരിച്ചു വാ എന്റെ പഴയ പൊസിഷനിലേക്ക് എന്നെ തിരിച്ചു വിടുക. അതാണ് നമ്മുടെ സ്പ്രിങ്ങിന്റെ ടെൻഡൻസി. സോ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ്, തിരിച്ചു പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്റെ പഴയ പൊസിഷൻ റീസ്റ്റോർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ അതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, സോ അതിന്റെ ഇക്വേഷൻ അവർ ഡയറക്ട്ലി തന്നിരിക്കുകയാണ്. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് ആണ് അതിന്റെ ഇക്വേഷൻ. അതിന്റെ നെഗറ്റീവ് സൈൻ ഉണ്ട്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ കെക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. കെക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എന്ത് വരും, എഫ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. കറക്റ്റ് അല്ലേ? ഫോഴ്സിന്റെ ഡയമെൻഷൻ ഓൾറെഡി അറിയാം, ml(t⁻²). ഓക്കെ, എക്സ് എന്താ ഒരു ലെങ്ത് ആണ് അല്ലെ. സോ ഇവിടെ ഇരുന്നിരുന്ന നമ്മുടെ ബോഡി ഇങ്ങോട്ടേക്ക് എക്സ് ഡിസ്റ്റൻസ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. അതാണ് ആ ലെങ്ത് ആണ് എക്സ് എന്ന് പറയുന്നത്. സോ ഫോർ ഷുവർ അതിന്റെ ഡയമെൻഷൻ എൽ വരും. സോ ഈ എല്ലും കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് l⁻0 എന്നിട്ടത്. എം ഇവിടെ ഓൾറെഡി ഉണ്ട്. സോ m⁻1 l⁻0 t⁻². ഇതിനെ mt⁻² എന്ന് മാത്രം എഴുതിയാലും തെറ്റില്ല. എല്ലിന് അവിടെ സ്ഥാനമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് l⁻0 എന്നിട്ട് something⁻0 is 1 itself. So very easy അല്ലേ മക്കളെ? Yes, moving on. What is the difference between elastic and inelastic collision ചോദിക്കാറുണ്ട് കേട്ടോ. ആൻഡ് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ ഡെറിവേഷനും ചോദിക്കാറുണ്ട്. അത് നോർമലി നമ്മൾ പഠിച്ചതാണ്, അതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അതും ഒന്ന് പഠിച്ചു വെക്കണം. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ? ഇലാസ്റ്റിക് കൊളീഷനിൽ നമുക്കറിയാം കൊളീഷൻ ഇൻ വിച്ച് ബോത്ത് ലീനിയർ മൊമെന്റം പി, ലീനിയർ മൊമെന്റം കൈനറ്റിക് എനർജി രണ്ടുപേരും കൺസേർവ്ഡ് ആണെങ്കിൽ നമ്മൾ വിളിക്കും ഇലാസ്റ്റിക് കൊളീഷൻ. നമുക്കറിയാം എല്ലാ കൊളീഷനിലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. ഇഫ് ഇറ്റ് ഇസ് എ കൊളീഷൻ ദ മൊമെന്റം ഇസ് കൺസേർവ്ഡ്. കൂടെ വരുന്ന ആളാണ് കൈനറ്റിക് എനർജി. മൊമെന്റത്തിന്റെ കൂടെ കൈനറ്റിക് എനർജി കൂടി കൺസേർവ്ഡ് ആണെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, കൊളീഷൻ ബിറ്റ്വീൻ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഒരു എക്സാമ്പിൾ കൂടി പഠിച്ചു വെക്കുക. സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, അറ്റോമിക് ലെവൽ എത്തിയിട്ടില്ല, സബ് ആറ്റോമിക് ലെവലിലുള്ള പാർട്ടിക്കിൾസിന്റെ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക്. Now what is inelastic collision അല്ലെ? സോ മൊമെന്റം എന്തായാലും കൺസേർവ്ഡ് ആണ്, പക്ഷെ കൂടെ കൈനറ്റിക് എനർജി കൂടെ കൺസേർവ്ഡ് അല്ല. അങ്ങനെയാണെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ആണ്. The collision in which kinetic energy is not conserved. കണ്ടോ, മൊമെന്റം എന്തായാലും കൺസേർവ്ഡ് ആണ്, പക്ഷെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലെങ്കിൽ we will call it as inelastic collision. Collision between macroscopic object. Okay, വലിയ ഒബ്ജക്ട്സ് ഇല്ലേ, മാക്രോസ്കോപ്പിക്, മൈക്രോസ്കോപ്പിക് അല്ല. സബ് ആറ്റോമിക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സ്ലൈഡ് കണ്ടില്ലേ, അത് മൈക്രോസ്കോപ്പിക് ആണ്. ഇത് മാക്രോസ്കോപ്പിക് ഒബ്ജക്ട് തമ്മിലുള്ള കൊളീഷൻ ആണ്. അപ്പോ നമുക്കറിയാം എനർജി ഒരിക്കലും നശിപ്പിക്കാനൊന്നും സാധിക്കില്ല, കൺവേർട്ട് ചെയ്യാനേ സാധിക്കും എന്ന് അറിയാം. സോ ഇവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല എന്ന് പറയുന്നുണ്ട്. കൈനറ്റിക് എനർജി ആദ്യവും അവസാനവും സെയിം അല്ല. ഈ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ഒബ്ജക്ട് കൂട്ടിമുട്ടുന്നത് അല്ലെ, നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ ഈ കൊളീഷനിൽ ആ എനർജി എവിടെ നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ആ എനർജി, ആ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഫൈനൽ എത്തുമ്പോൾ അത്ര ഇല്ല, പക്ഷെ ആ എനർജി കൺവേർട്ട് ചെയ്യപ്പെട്ടു മറ്റ് എനർജിയുടെ ഫോമിലേക്ക്. ലൈക്ക് ഹീറ്റ് ആയിട്ടോ സൗണ്ട് ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് പോയതാണ് കേട്ടോ. ഹീറ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ ഒബ്വിയസ്ലി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഫൈനലി ഉണ്ടാവില്ല. അവിടെ ഹീറ്റിന്റെ ഫോമിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, സൗണ്ട് എനർജിയുടെ ഫോമിലായിരിക്കാം നഷ്ടപ്പെട്ടത്. പിടികിട്ടിയോ? സോ അത്തരം കൊളീഷൻസ് ആണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, ഇനി 3 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ, 8, 9, 10. Then find the angle between. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫോഴ്സിന്റെ ഒരു വെക്ടർ തന്നിട്ടുണ്ട്, വെക്ടർ ഫോമിൽ ഫോഴ്സ് തന്നിട്ടുണ്ട് 3i + 4j - 5k. നിങ്ങൾക്കറിയാം ij,k എന്നൊക്കെ പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് x, y and z ആക്സിസ് റെസ്പെക്റ്റീവ്ലി അറിയുന്നതാണ്. സോ യെസ്, ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് d 5i + 4j + 3k എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി പ്രൊജക്ഷൻ ഓഫ് f on d. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രൊജക്ഷൻ ഓഫ് f on d. ഓക്കെ, എന്ന് പറഞ്ഞാൽ എഫ് ഡി കോസ് തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എഫ് കോസ് തീറ്റ നമുക്ക് നോക്കാം കേട്ടോ. സോ പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അപ്പൊ മുന്നോട്ട് പോകണം. സോ അതിന് തീറ്റ കണ്ടുപിടിക്കണം, ആംഗിൾ കണ്ടുപിടിക്കണം എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. പ്രൊജക്ഷൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എഫ് കോസ് തീറ്റ ആണ് ഇക്വേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ
പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി എന്ന് പറഞ്ഞാൽ എഫ് കോസ് തീറ്റ ആണ് ഇക്വേഷൻ. പ്രൊജക്ഷൻ ഓഫ് ഡി ഓൺ എഫ് ആയിരുന്നെങ്കിലോ ഡി കോസ് തീറ്റ ആണ് ഇക്വേഷൻ. സോ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, നിങ്ങൾക്ക് തീറ്റ എന്താന്ന് അറിയണം. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എൻ ആംഗിൾ. ആര് തമ്മിലുള്ള ആംഗിൾ? എഫ് എന്ന് പറയുന്ന ഫോഴ്സും അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന ഡിയും ഡിസ്പ്ലേസ്മെന്റിന്റെ രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഫോഴ്സ് എഫും വെക്ടർ ആണല്ലോ, ഡിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ തീറ്റ കണ്ടുപിടിക്കണം. സോ അതിനാദ്യം തന്നെ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ഇക്വേഷനിൽ നിന്ന് തുടങ്ങണം. എഫ് ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി കോസ് തീറ്റ എന്ന് നമുക്കറിയാം അല്ലെ. വർക്ക് ഡൺ എഫ് ഡോട്ട് ഡി അല്ലെ, നമുക്കറിയാം എഫ് ഡി കോസ് തീറ്റ ആണ്. അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എങ്ങനെയാണ്? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ എന്ന് അറിയണം. അറിയുന്നവർക്കാണ് അത് ചെയ്യാൻ പറ്റുക കേട്ടോ. ശരി, സോ എഫ് ഡോട്ട് ഡി ഇക്വൽ ടു എഫ് ഡി കോസ് തീറ്റ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതില് കോസ് തീറ്റ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയാൽ നമുക്ക് തീറ്റ അതിൽ പതുക്കെ കോസ് ഇൻവേഴ്സ് ഒക്കെ എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ പതുക്കെ അവിടെ നിർത്താം. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു ഡി. മുകളിൽ ഇരുന്ന എഫ് ഇൻറ്റു ഡി പ്രൊഡക്റ്റ് അപ്പുറത്ത് പോയപ്പോൾ ഡിവിഷൻ ആയി. ഇനി ഇതോരോന്ന് കണ്ടുപിടിച്ചാൽ പോരെ? എഫ് ഡോട്ട് ഡി കണ്ടുപിടിക്കാം, എഫ് ഇൻറ്റു ഡിയും കണ്ടുപിടിക്കണം. ഓക്കെ, സോ എഫ് ഡോട്ട് ഡി എന്താ? രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതാണ്. എഫ് ഇൻറ്റു ഡിയോ അത് അവരുടെ മാഗ്നിറ്റ്യൂഡ്സ് തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, വെക്ടർ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എഫ്, താഴെ എഴുതിയിരിക്കുന്ന എഫ് കേട്ടോ, വെക്ടർ ഇല്ലാത്ത എഫ്. അതുപോലെ വെക്ടർ ഡിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മുടെ താഴെ ഇരിക്കുന്ന വെക്ടർ സൈൻ ഇല്ലാത്ത ഡി. സോ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും അറിയണം, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാനും അറിയണം രണ്ട് വെക്ടർ തമ്മിൽ. ഓക്കെ, വളരെ ഈസി ആണ് കേട്ടോ, കുഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. സോ എഫ് ഡോട്ട് ഡി എന്ന് പറഞ്ഞ എന്താ? എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ്. ഈ എഫ് എക്സ് എന്ന് പറഞ്ഞ ആരാ? എഴുതാം. എഫിന്റെ ഐയുടെ കൂടെയുള്ള കമ്പോണന്റ് ആണ് എഫ് എക്സ്, എഫിന്റെ ജെയുടെ കൂടെയുള്ള കമ്പോണന്റ് എഫ് വൈ, കെയുടെ കൂടെയുള്ള കമ്പോണന്റ് എഫ് ഇസെഡ്. മൈനസ് സൈനും കൂടെ കൺസിഡർ ചെയ്യണം, മൈനസും കൂടി എടുക്കണം. അതുപോലെ തന്നെ ഡിയുടെ ഐയുടെ കൂടെയുള്ള കമ്പോണന്റ് ആണ് ഡി എക്സ്, അതുപോലെ ജെയുടെ കൂടെയുള്ളത് ഡി വൈ ആൻഡ് കെയുടെ കൂടെ ഡി ഇസെഡ്. ഇത് അറിയുന്ന ഒരാൾക്ക് എഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ചെയ്ത് എഫ് വൈ ഡി വൈ ചെയ്ത് എഫ് സെഡ് ഡി സെഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ 3 into 5 ഫസ്റ്റ് ടേം, 4 into 4 സെക്കൻഡ് ടേം ആൻഡ് -5 into 3. കണ്ടോ, മൈനസ് സൈൻ വന്നാൽ കൺസിഡർ ചെയ്യണം. സോ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എഫ് ഡോട്ട് ഡി കണ്ടുപിടിക്കാം. സോ അത് 16 യൂണിറ്റ് എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് യൂണിറ്റ് എന്ന് എഴുതുന്ന ക്വസ്റ്റ്യനിലും യൂണിറ്റ് എന്നേ തന്നിട്ടുള്ളൂ കേട്ടോ. സോ എഫ് ഡോട്ട് ഡി 16 ആണെന്ന് കിട്ടി കേട്ടോ. ഇനി നമുക്ക് ആരും കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫും കണ്ടുപിടിക്കണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിയും കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ താഴ്ഭാഗമായി ഡിനോമിനേറ്റർ ആയി അല്ലെ. സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് എഫ് ഇസെഡ് സ്ക്വയർ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് എഫ് ഇസെഡ് സ്ക്വയർ ആണ് എന്ത്? നമ്മുടെ ഇക്വേഷൻ. സെറ്റ് അല്ലേ? സോ എഫ് എക്സ് ആരാദ്യം ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് 3 അല്ലെ, എഫ് വൈ 4, എഫ് സെഡ് -5. സോ അതിന്റെ ഒക്കെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക അല്ലെ. സോ 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 and -5 the whole square 25 തന്നെ വരും. സോ റൂട്ട് ഓഫ് 9 + 16 + 25 which is √50 യൂണിറ്റ് എന്ന് കിട്ടി. അപ്പൊ അതും സേഫ് ആയിട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി കൂടി ഉണ്ട് ഡിനോമിനേറ്ററിൽ കണ്ടുപിടിക്കാൻ. വെരി ഈസി. ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ അല്ലെ. സോ എന്ത് സംഭവിക്കുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സും ഡി വൈ ഡി സെഡ് എത്രയാ? 5ഉം 4ഉം 3. സോ 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് വരും. സോ റൂട്ട് ഓഫ് 25 + 16 + 9 എന്ന് കിട്ടി. സോ എന്ത് കിട്ടുന്നു? ഡി ഈസ് ഈക്വൽ ടു √15 യൂണിറ്റ് എന്ന് കിട്ടും കേട്ടോ. റൂട്ട് ഓഫ് 50 യൂണിറ്റ്. എന്തുകൊണ്ട് റൂട്ടിന്റെ വാല്യൂ എഴുതുന്നില്ല? നമുക്ക് മനസ്സിലാവും, ലാസ്റ്റ് മനസ്സിലാവും കേട്ടോ. ഇനി കിട്ടിയ എല്ലാം കൊണ്ട് നമ്മുടെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് ഇക്വേഷൻ 1? കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 16 ഡിവൈഡഡ് ബൈ √15 into √50 അല്ലെ. എഫിന്റെ മാഗ്നിറ്റ്യൂഡ് √50, ഡിയുടെ മാഗ്നിറ്റ്യൂഡ് √50, മുകളിൽ എഫ് ഡോട്ട് ഡി ചെയ്തപ്പോൾ കിട്ടിയത് 60. സോ 16 ഡിവൈഡഡ് ബൈ √50 into √50. റൂട്ട് സംതിങ് ഇൻറ്റു റൂട്ട് സംതിങ് എന്താ? ആ വാല്യൂ തന്നെയാ കിട്ടുക. √2 into √2 എന്താ? 2 തന്നെയാ കിട്ടുക. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. സോ √50 into √50 is 50 itself. 16 by 50.032 എന്ന് കിട്ടുന്നു. ഇതെന്താ? കോസ് തീറ്റ. കോസ് തീറ്റ ഈക്വൽ ടു 0.32 എന്ന് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? തീറ്റേനെ. കാരണം പ്രൊജക്ഷൻ കാണാൻ ഇക്വേഷൻ എഫിന്റെ പ്രൊജക്ഷൻ ഓൺ ഡി ഇസ് എഫ് കോസ് തീറ്റ. അപ്പൊ തീറ്റേനെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കും. ഫൈൻഡ് ദി ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി തീറ്റ കണ്ടുപിടിക്കാൻ കോസ് ഇൻവേഴ്സ് എടുക്കണം കേട്ടോ. കോസ് തീറ്റ 0.32 ആണെങ്കിൽ തീറ്റ കിട്ടണമെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് ഇപ്പുറത്തെ വാല്യൂ 0.32 ചെയ്യണം. അപ്പോഴല്ലേ അവിടുത്തെ കോസ് പോവുള്ളൂ.
സെറ്റ് അല്ലേ? ഇനി പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡിയുടെ ഇക്വേഷൻ കാണാതെ പഠിക്കുക കേട്ടോ. എഫ് കോസ് തീറ്റ ആണ്. കോസ് തീറ്റ ഓൾറെഡി 0.32 ആണ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് കണ്ടുപിടിച്ചു. സോ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. അത് എത്രയാ? നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ടു. √50 യൂണിറ്റ് ആണെന്ന് ഓൾറെഡി കിട്ടിയിരിപ്പുണ്ട്. സോ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √50 × 0.32 which is 2.26. This is the projection of F on D. So find the angle എന്ന് പറഞ്ഞു. തീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ find the projection F on D എന്ന് പറഞ്ഞു. F cos തീറ്റയും കണ്ടുപിടിച്ചു. തീറ്റയും കണ്ടുപിടിച്ചു, എഫ് കോസ് തീറ്റയും കണ്ടുപിടിച്ചു. ഡൺ. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദി വർക്ക് എനർജി തിയറം. നമുക്ക് ഈ ചാപ്റ്റർ എന്താ? വർക്ക് എനർജി ആൻഡ് പവർ ആണ്. വർക്കും എനർജിയും പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു വർക്ക് എനർജി പവർ പഠിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ജിഗ്നേഷ് ഹലോ ഒക്കെ പറയുന്നുണ്ട്, മിസ് കാണുന്നുണ്ട് കേട്ടോ. സോ വർക്ക് എനർജി തിയറം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ചെയ്യണം, അത് പ്രൂവ് ചെയ്യണം. വെരി ഈസിയസ്റ്റ് പ്രൂഫ് ആൻഡ് ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സോ നോക്കൂ, നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് പഠിക്കാം. ദി വർക്ക് എനർജി തിയറം ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ ബൈ ഇറ്റ് ഓൺ by the net force. എന്താ? the change in kinetic energy of a particle is equal to the work done. അത്ര ആലോചിച്ചാൽ മതി. വർക്കും എനർജിയും തമ്മിലുള്ള തിയറം അല്ലേ? വർക്കും എനർജിയും ഈക്വൽ ആണെന്ന് ആലോചിക്കുക. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നൊന്ന് ആക്കാം. ഓക്കെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ. നമ്മളൊരു വർക്ക് ഡൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതവിടെ കൈനറ്റിക് എനർജി ചേഞ്ച് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വർക്കും എനർജിയും ഈക്വൽ ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? പ്രൂഫില്. ലെറ്റ്സ് പ്രൂവ് അല്ലെ? പ്രൂഫ് എന്തായാലും പഠിച്ചോട്ടെ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വർക്ക് എനർജി തിയറം and അതിന്റെ പ്രൂഫ്. ഓക്കെ, സോ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ v square is equal to v square minus u square equal to 2as എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് തുടങ്ങാം. v square is equal to u square plus 2as എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാലോ. v square is equal to u square plus 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാം. അതിൽ നിന്ന് u square ഒന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. v square minus u square equal to 2as. ഇനി ഈ ഇക്വേഷനെ ഹാഫ് m കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ ആണ് സ്റ്റേറ്റ്മെന്റ്. സോ കൈനറ്റിക് എനർജിയിലേക്ക് ഈ ഇക്വേഷൻ അപ്രോച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു v square ഓൾറെഡി ഉണ്ട്. ഒരു ഹാഫ് m വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അത് ഒരു സൈഡിൽ മാത്രം ചെയ്താൽ മതിയോ? പോരാ, അപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഹാഫ് m v സ്ക്വയർ ഹാഫ് m u സ്ക്വയർ പ്ലസ് ഹാഫ് m into 2as എന്ന് കിട്ടും. ഇതായിരിക്കും ഹാഫ് m v സ്ക്വയർ മൈനസ് ഹാഫ് m u സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m into 2as എന്ന് കിട്ടും അല്ലെ? സോ അതിൽ 2 2 കട്ട് ചെയ്താൽ മാസ് അല്ലെ? MAS എന്ന് കിട്ടും അല്ലെ? കറക്റ്റ് അല്ലെ? സോ അതിൽ m into ഏത് കണ്ടാൽ നമ്മൾ ഫിസിക്സ് സ്റ്റുഡൻസ് എന്ത് എഴുതും? അപ്പൊ തന്നെ മാസ് into ആക്സിലറേഷൻ which is nothing but the force. So F into S എന്ന് കിട്ടി. ഹാഫ് m v സ്ക്വയർ മൈനസ് ഹാഫ് m u സ്ക്വയർ is equal to F into S എന്ന് കിട്ടി. F into S ആരാ? ഫോഴ്സ് into ഡിസ്പ്ലേസ്മെന്റ് ആരാ? വർക്ക്. ഹാഫ് m v സ്ക്വയർ എന്താ? ഫൈനൽ കൈനറ്റിക് എനർജിയാ. മൈനസ് ഹാഫ് m u സ്ക്വയർ എന്താ? ഇനീഷ്യൽ കൈനറ്റിക് എനർജി. എന്തുകൊണ്ടാ? u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, v ഫൈനൽ വെലോസിറ്റി ആയതുകൊണ്ട്. സോ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണെന്ന് മനസ്സിലായി. which is equal to work done. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ? വർക്ക് ഡൺ. സോ ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കുക, അതിനെ ഹാഫ് m കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we can prove the work energy theorem. So it is nothing but change in kinetic energy is equal to work. Very easy അല്ലേ മക്കളെ? Yes. So 10th question. Draw the graphical variation of kinetic energy and potential energy with height from the ground. നമ്മൾ കണ്ടു അല്ലെ? ABC 3 പോയിന്റിലായിട്ട് കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻ നമ്മൾ കണ്ടു. ആ ഡെറിവേഷന്റെ അവസാനം ഈ ഗ്രാഫ് വരച്ച് വെക്കുന്നത് നല്ലതാണ്. ആൻഡ് ഈ ഗ്രാഫ് ഒറ്റയ്ക്കും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. Draw the graphical variation of kinetic energy and potential energy with the height from the ground. നമുക്കറിയാം ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും അല്ലെ? ഹൈറ്റ് കുറയും തോറും ആണ് എന്ത് ചെയ്യുന്നത്? നേരെ ഓപ്പോസിറ്റ് നടക്കുന്നത്. നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി കുറയും, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ആ ഗ്രാഫ് ഇരിക്കുന്നത്. അത് ഇൻറ്റു അല്ല ഇടേണ്ടത് കേട്ടോ. ഓക്കെ, ആ ഗ്രാഫ് എങ്ങനെയാ ഇരിക്കുന്നത്? ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻ ഇങ്ങനെ. ഹൈറ്റ് കൂടുന്തോറും, ഹൈറ്റ് എങ്ങനെ എവിടെയാ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഈ ആക്സിസിലാണ്. സോ ഹൈറ്റ് കൂടുന്തോറും കൈനറ്റിക് എനർജി കുറഞ്ഞു വരുന്നു. കറക്റ്റ് അല്ലേ? ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വരണം. സോ പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ് ഇത്. ടോട്ടൽ എനർജി എങ്ങനെയാ? കോൺസ്റ്റന്റ് ആ. കറക്റ്റ്. ടോട്ടൽ എനർജി എപ്പോഴും, ടോട്ടൽ മെക്കാനിക്കൽ എനർജി അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. സോ അത് കോൺസ്റ്റന്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അല്ലാതെ ഇത് ഇൻഡു ഇട്ടതല്ല കേട്ടോ, അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചതല്ല. ഇങ്ങനെയാണ് ആ ഗ്രാഫ്. പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ് ഇത്, കൈനറ്റിക് എനർജിയുടെ കർവ് ഇത്, ടോട്ടൽ എനർജി ഇത് കൈനറ്റിക് എനർജിയുടെ കർവ് കേട്ടോ.
ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ തന്നെ ആലോചിക്കാം. സോ ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് ദി ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട്. ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആണ് കൂടുക, ബിക്കോസ് mgh ആണ് ഇക്വേഷൻ. സോ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. 10 ക്വസ്റ്റ്യൻ അല്ലെ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത്. ഇനി ഇതുപോലെ ബാക്കി ചാപ്റ്റേഴ്സിന്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വരും. ഓക്കെ, സോ ഇത്രയും ഭാഗം നല്ല തറോ ആക്കി വെച്ചാൽ തന്നെ നമുക്ക് എക്സാമിന് നല്ല സ്കോർ ചെയ്യാം. ഇനി ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ മോഡ് ചേഞ്ച് ചെയ്ത് വരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. സോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കണം. സോ നമുക്ക് ഇനി അടുത്ത ആഫ്റ്റർ ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.